ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിൽ 2 clause 1 clause എക്സിലാണ് സമൻസ് കേസ് പറയുന്നത്. ഒരു ഒഫൻസിൻ്റെ പണിഷ്മെൻറ്റ് 2 വർഷത്തിൽ എക്സീഡ് ചെയ്യില്ല, അല്ലെങ്കിൽ 2 വർഷത്തിനേക്കാളും കൂടുതലാവില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒഫൻസിനെ റിലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സമൻസ് കേസ് എന്ന് പറയുക. സെക്ഷൻ 227 ഓഫ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം കോടതി ആദ്യം ആ അക്യൂസ്ഡിന് സമൻസ് ആയിരിക്കും ഇഷ്യൂ ചെയ്യുക. എന്തിനായിരിക്കും? കോടതിയിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ കൊടുക്കുന്ന സാധനമാണ് ഈ പറയുന്ന സമൻസ് എന്ന് പറയുന്നത്. ഈ സമൻസ് എപ്പോഴും ഇഷ്യൂ ചെയ്യുക കോടതി ആയിരിക്കും. അപ്പോൾ സമൻസ് വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ കോടതിയിൽ മുന്നിൽ ഹാജരാവണം എന്നാണ്. അടുത്തതാണ് വാറൻറ്റ് കേസ്. സെക്ഷൻ 2 clause 1 clause Z ഓഫ് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരമാണ് വാറൻറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. വാറൻറ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒഫൻസിൻ്റെ പണിഷ്മെൻറ്റ് 2 yearsനെ എക്സീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, എക്സീഡ് ചെയ്യുന്ന ഒഫൻസുകളായിരിക്കും വാറൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു 2 yearsനെ എക്സീഡ് ചെയ്യാത്തതാണ് സമൻസ്. അപ്പോൾ എക്സീഡ് ചെയ്യുന്ന ഒഫൻസസിനെയാണ് നമ്മൾ വാറൻറ്റ് കേസ് കൊടുക്കുക. അപ്പോൾ ഇവിടെ 227 ഓഫ് സംഹിത പ്രകാരം കോർട്ടിന് സമൻസോ അല്ലെങ്കിൽ വാറൻറ്റോ ഇഷ്യൂ ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ സമൻസോ അല്ലെങ്കിൽ വാറൻറ്റോ ഇഷ്യൂ ചെയ്യാം. ഈ പറയുന്ന സമൻസോ വാറൻറ്റോ ഇഷ്യൂ ചെയ്യാനുള്ള ഡിസ്ക്രിഷണൽ പവർ കോർട്ടിനാണ്. ഇനി ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എന്തിനാണ് ഈ സമൻസ് കേസും അല്ലെങ്കിൽ ഈ വാറൻറ്റ് കേസും നമ്മൾ എന്തിനത് രണ്ടിനും തരം തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ട്രയൽ പ്രൊസീജിയേഴ്സിന് വേണ്ടിയിട്ടാണ് ഒന്നാമത്. അതായത് വാറൻറ്റ് കേസാവുന്ന സമയത്ത് കുറച്ചുകൂടി ട്രയൽ പ്രൊസീജിയർ എലോബറേറ്റഡ് ആയിരിക്കും. കമ്പയറിങ് ടു സമൻസ് കേസ് എപ്പോഴും വാറൻറ്റ് കേസിൻ്റെ ട്രയൽ പ്രൊസീജിയർ കുറച്ചുകൂടി എലോബറേറ്റഡ് ആയിരിക്കും. അതുപോലെ ഒരു കേസിൽ നമ്മൾ സമൻസ് ആണോ വാറൻറ്റ് ആണോ ഇഷ്യൂ ചെയ്യേണ്ടത് മനസ്സിലാക്കാൻ കൂടി വേണ്ടിയിട്ടാണ്.